ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മൾ അയോധ്യാകാന്ഡം തുടങ്ങി നാരദ രാഘവ സംവാദം വിശദമായിട്ട് നമ്മൾ നോക്കി. ഇനി നമ്മൾ കാണുന്ന കുറച്ച് വരികൾ ശ്രീരാമ അഭിഷേക ആരംഭം, അതിൻ്റെ വരികളിലേക്ക് പോവാം. ഹരേ കൃഷ്ണ. എല്ലാവരും ഗുരുക്കന്മാർക്ക് നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗണേശായ നമ, സരസ്വതി നമ. ശ്രീരാമ അഭിഷേക ആരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമമ്മാറിരിക്കുമ്പോൾ പങ്കജസംഭവ പുത്രൻ വസിഷ്ഠനാം തത്ര കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കൊണ്ട് അകതാരിൽ ആനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലന അർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴിതെങ്ങനെ എങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്ക് അനുരാഗം അവങ്കലും ഉണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടീലയോ. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്കിലോ രാജാ ദശരഥൻ ഏകത സങ്കലിത ആനന്ദം അമ്മാറിരിക്കുമ്പോൾ, സങ്കലിത ആനന്ദം അമ്മാറിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആനന്ദം തികഞ്ഞിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കാരണം നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുമ്പോൾ ഒരു ഉള്ളിൽ അതിന് സന്തോഷം എന്നല്ല പറയുക, അതിനെയാണ് ആനന്ദം എന്ന് പറയുക. ആനന്ദവും സന്തോഷവും രണ്ടും രണ്ടാണെന്നാണ് പറയുന്നത്. ആനന്ദത്തിന് ശരിക്കും ഇംഗ്ലീഷിലൊരു ഇക്വലൻ്റായിട്ടുള്ള ഒരു വേർഡില്ല എന്നാണ് പറയുന്നത്. ആനന്ദത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഇരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ദശരഥനുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ വസിഷ്ഠനോട് പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠന തത്ര കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിന്. അപ്പോൾ കുല ആചാര്യനാണ്, കുലഗുരുവാണ് വസിഷ്ഠൻ. പങ്കജസംഭവൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ. അപ്പോൾ വസിഷ്ഠനോട് പറഞ്ഞു, എന്താ പറഞ്ഞ് വസിഷ്ഠനോട് ഉണർത്തിച്ചു. പ്രജകൾക്ക് രാമനെ സമ്മതമാണ്, തനിക്കാവട്ടെ വാർദ്ധക്യവും ആയി തുടങ്ങി. ആ നിലയ്ക്ക് മൂത്ത മകനായ രാമനെ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ അങ്ങ് കൽപ്പിക്കണം. പ്രജകൾക്ക് രാമൻ്റെ നേരെ പ്രീതി പ്രജകൾക്ക് ഉണ്ട് എന്ന് അങ്ങയ്ക്ക് അറിയാമല്ലോ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വൃദ്ധനായി വന്നത് ഞാനും ഒട്ടാകയാൽ, എനിക്കും വയസ്സായി. പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ, ജ്യേഷ്ഠനായിട്ടുള്ള എല്ലാ പുത്രന്മാരിലും ഏറ്റവും മൂത്തവനായ രാമകുമാരനെ പൃഥ്വി പരിപാലന അർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണം. പൃഥ്വി പരിപാലനം എന്ന് പറഞ്ഞാൽ രാജ്യം രക്ഷ, അതായത് രാജ്യഭരണം, അതിനുവേണ്ടി അഭിഷേകം ചെയ്യണം. കൽപ്പിച്ചതിപ്പോഴതെങ്ങനെയെന്ന് ഉൾപ്പൂവിൽ ഓർത്ത് നിയോഗിക്കുകയും വേണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വേണ്ടത് എന്ന് അങ്ങ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരയണം. കാരണം കുലഗുരുവാണല്ലോ വസിഷ്ഠൻ. ബ്രഹ്മാവിൻ്റെ പുത്രനായ കുലഗുരുവിനോട് വസിഷ്ഠനോട് പറയുന്നു. ഇപ്രജകൾക്ക് അനുരാഗം അവങ്കലും ഉണ്ടെപ്പോഴും നേറ്റമുതർത്തു കണ്ടീലയോ. എന്നാൽ പ്രജകൾക്ക് ഏറ്റവും
പ്രിയങ്കരനാണ് രാമൻ. അതുകൊണ്ട് തന്നെ രാമൻ്റെ രാജ്യാഭിഷേകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആനന്ദമുണ്ടായി എന്ന് ആദ്യത്തെ വരികളിൽ പറഞ്ഞത്. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമെടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നുകൊണ്ടും അത് നിർണയം മാനസേ. എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ ബത സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. അപ്പോൾ അമ്മാവനെ കാണാൻ പോയിരിക്കുകയാണ് ഭരതനും ശത്രുഘ്നനും. അവരും മടങ്ങി എത്തിയിട്ടില്ല. എന്നാലും പിറ്റേന്ന് തന്നെ മുഹൂർത്തമുണ്ട് എന്ന് കുലഗുരു പറഞ്ഞു. അതായത് പൂയം നക്ഷത്രം അത് പവിത്രമാകയാൽ അപ്പോൾ പെട്ടെന്നൊരു നല്ല മുഹൂർത്തം വസിഷ്ഠൻ പറയുന്നു. പൂയം നക്ഷത്രമായിട്ട് പിറ്റേന്ന് തന്നെ ഒരു നല്ല സമയമുണ്ട്. അപ്പോൾ അത് പവിത്രമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അവർ വരുന്നതിന് കാക്കണമെന്നില്ല എന്നാണ് ആ ഗുരുവിൻ്റെ തീർപ്പ് എന്നാണ് തൻ്റെ മനസ്സിലെ തീർപ്പ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് ഒരുപാട് വിവാദമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഇവിടെ ഇത്രയും ധൃതിപ്പെട്ട് ഇതൊരു ഗൂഢാലോചനയല്ലേ, ഭരതനും ശത്രുഘ്നനും പോയ സമയത്ത് രാജ്യ അഭിഷേകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഗൂഢ ആലോചനയല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം ദൈവനിശ്ചയമാണെന്ന് പറയില്ലേ ചില കാര്യങ്ങളൊക്കെ. അതാണ് കാരണം ഇവിടെ നേരത്തെ നാരദ രാഘവ സംവാദത്തിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, അഭിഷേകം നടക്കും, എന്നാലും അതിന് വിഘ്നങ്ങളും വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു അഭിഷേകം നടക്കും എന്നല്ല, അഭിഷേകം നടക്കാനുള്ള ഒരുക്കങ്ങൾ വരും, അതിന് വിഘ്നം വരും, നിനക്ക് 14 കൊല്ലം നിനക്ക് കാട്ടിൽ പോയി വസിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം ദൈവനിശ്ചയമാണ്. ആ നിശ്ചയം പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഗൂഢാലോചന ഇല്ലേ എന്ന് പറയുന്ന ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു ക്രിറ്റിസിസം എന്ന് പറയാം. അപ്പോൾ അതിന് വലിയ ഇതൊന്നുമില്ല. കാരണം കഥയിൽ ചോദ്യമുണ്ടോ എന്ന് ചോദിക്കും. പലതും അങ്ങനെയാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ കഥകളൊക്കെ നമ്മൾ വിചാരിക്കും കഥയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നത്. പക്ഷെ കഥ അല്ല എടുക്കേണ്ടത്. കഥയിൽ തത്വം മാത്രം എടുക്കുക. തത്വം പറയാൻ വേണ്ടിയാണ് കഥ ഉള്ളത്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കഥയും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇതങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നു. കാരണം അവിടെ കഥയ്ക്കല്ല പ്രാധാന്യമുള്ളത്, ആ കഥയിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. രാമായണം എന്ന് പറയുന്നത് നമ്മുടെ പ്രായമായിട്ടുള്ള വയസ്സായവർ വായിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുത്. ഇതിൻ്റെ തത്വം കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ കഥാപാത്രവും അവരുടെ ഗുണമേന്മകൾ അവർ മനസ്സിലാക്കി അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഉള്ള ഒരു സന്ദേശമാണ് ശരിക്കും കൊടുക്കേണ്ടത്. നല്ലത് അക്സെപ്റ്റ് ചെയ്യുക, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുമുള്ള സന്ദേശം തരുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഒരുക്കങ്ങൾ, സംഭാരം എന്നാണ് പറയുന്നത്. സംഭാരം എന്ന് പറയുമ്പോൾ ഒരുക്കം എന്താണ്, എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ ബത സംഭരിച്ചിടണം. അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഇന്ന് തന്നെ സംഭരിക്കണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. അപ്പോൾ രാമനോട് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇപ്പോഴേ ചെന്ന് അറിയിക്കണം അങ്ങ് എന്ന് പറയുന്നു. പിന്നെ തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പരനാദവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളീകനേത്രൻ രാമന്നു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തൊന്നു വേണ്ടത് എന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ട സുമന്ത്രരോട് ഇത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ച് പറയണു. വളരെ ഉയരത്തിൽ കൊടിതോരണങ്ങളും വാദ്യങ്ങളും എല്ലാം ഉണ്ട്. പെരുമ്പറയൊക്കെ മുഴക്കി എല്ലാവരെയും അറിയിക്കുന്നു. പിന്നെ
അതിൻ്റെ എല്ലാം മേൽനോട്ടം വസിഷ്ഠനാണ് വഹിക്കുന്നത്. അപ്പോൾ പറയുന്നു സുമന്ത്രൻ പ്രധാനമന്ത്രിയാണ്. അതിനൊക്കെ എല്ലാം മേൽനോട്ടത്തിന് വേണ്ടി പറയുന്നു. അപ്പോൾ എന്താണ്, രാമാഭിഷേകം പിറ്റേന്ന് തന്നെ വേണം എന്നതിൽ തന്നെ ഊന്നി പറയുന്നു കാര്യങ്ങൾ. സുമന്ത്രർ വസിഷ്ഠരോട് ചുമതല ഏൽക്കുന്നു. അപ്പോൾ പറയുന്നത് ഒന്നും വീഴ്ച കൂടാതെ, അന്തരമെന്നിയേ എന്നാണ് പറയുന്നത്, ഒരു വീഴ്ചയും കൂടാതെ എല്ലാം ഒരുക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. പിന്നെ അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ, എന്തൊന്നു വേണ്ടതെന്ന് അരുൾ ചെയ്താലും, എന്താണ് വേണ്ടതെന്ന് പറയുക, അന്തരമെന്നിയെ ഒരു വീഴ്ചയും കൂടാതെ സംഭരിച്ചിടുവൻ, ഒരുക്കങ്ങൾ ചെയ്യാം. സംഭരിച്ചിടുവൻ എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങൾ ചെയ്യാം, വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. ചിത്തെ നിരൂപിച്ച് കണ്ട് സുമന്ത്രരോട് ഇത്തം വസിഷ്ഠ മുനി അരുൾ ചെയ്തു. പിന്നെ കേൾക്കനാളെ പുലർക്കാലെ ചമയിച്ച് ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമൊഴുത്തി വിചിത്രമായ സ്വർണ്ണ കലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടു വായി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂനിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനി ജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. അപ്പം ഇനി എന്തൊക്കെ ഒരുക്കങ്ങൾ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആർഭാടം മാത്രം പോരാ, പിന്നെ അതിൽ ആചാരവും നോക്കണമെന്ന് പറയുന്നുണ്ട്. നല്ല ചമഞ്ഞൊരുങ്ങിയ 16 കന്യകമാർ നടുമുറ്റത്ത് നിരന്ന് നിൽക്കണം. പൊന്നണിഞ്ഞ കൊമ്പനാനകൾ, പുറമെ ഐരാവതം, ഇന്ദ്രൻ്റെ 4 കൊമ്പനാനയാണ് ഐരാവതം. അതിൻ്റെ വംശത്തിൽ പിറന്ന ആനകളും എത്തണം. പിന്നെ പല ദിവ്യ തീർത്ഥങ്ങളിൽ നിന്ന് വെള്ളം നിറച്ച് ദിവ്യരത്നങ്ങൾ താഴ്ത്തി മനോഹരമാക്കിയ 1000 സ്വർണ്ണക്കുടങ്ങൾ, കലശം എന്ന് പറയുമ്പോൾ കുടം, ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് വായി കെട്ടണം. മലയജ പത്രം എന്ന് പറഞ്ഞാൽ ചന്ദനമരത്തിൻ്റെ ഇല, മലയജ പർണങ്ങൾ കൊണ്ട്, പർണം ഇല, മലയജം ചന്ദനമരം, മലയജ അപ്പോൾ ചന്ദനമരത്തിൻ്റെ ഇലകൾ കൊണ്ട് വായി കെട്ടി വെക്കണം സ്വർണ്ണ കുടങ്ങൾ. അങ്ങനെ 3 പുതു പുലിത്തോൽ വേണം. സ്വർണ്ണക്കാലുള്ളതും രത്നങ്ങൾ തിളങ്ങുന്നതുമായ കുട, ഛത്രം എന്ന് പറഞ്ഞാൽ കുടയാണ്. മുത്തുമാലകൾ, മുക്താമണിമാല്യം എന്ന് പറഞ്ഞാൽ മുത്തുമാലകൾ, പ്രകാശിക്കുന്ന, അതായത് രാജിതം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന തെളി വസ്ത്രങ്ങളും. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പറയുന്നു. എല്ലാം വേണ്ട പോലെ സൽക്കരിച്ച് മുനിമാർ കയ്യിൽ ദർഭപ്പുല്ലുമായിട്ട് നിൽക്കണം. അതൊക്കെ ഓരോ ആചാരങ്ങളാണ്. സൽകൃതന്മാരാ മുനിമാർ വന്നിഹ, ഇവിടെ നിൽക്ക കുശപാണികളായി സഭാന്തികെ, കുശപാണികളായി കയ്യിൽ ദർഭപ്പുല്ലുമായിട്ട് നിൽക്കണം. അടുത്ത വരികൾ: നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം ഹസ്തി അശ്വപത്തി രഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. അപ്പോൾ നർത്തകിമാർ വേണം, ഇതുകൊണ്ടൊന്നും പോരാ, നർത്തകിമാർ വേണം, നർത്തകർ വേണം, ഗായകർ വേണം എന്ന് പറയുന്നുണ്ട്. വീണാവായനക്കാർ വേണം, വൈണിക വർഗം എന്ന് പറഞ്ഞാൽ വീണാവായനക്കാർ വേണം. ദിവ്യവാദ്യങ്ങൾ പ്രയോഗിക്കണം രാജ അങ്കണത്തിൽ നിന്നുകൊണ്ട് എന്ന് പറയുന്നു. പിന്നെ ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാംഗണേ രാജ അങ്കണത്തിൽ നിന്ന് മനോഹരം. ഹസ്തി അശ്വപത്തി രഥാദി മഹാബലം, ചതുരംഗ സേന അതാണ് പറയുന്നത്. ആന, കുതിരപ്പട, അതിനെയൊക്കെ ഹസ്തി ആന, അശ്വം കുതിര, അത് ചേർത്താണ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം. ഹസ്തി അശ്വ പത്തി രഥം, അശ്വം കുതിര, പത്തി കാലാൾ, രഥം തേര്.
ദേവാലയ വസ്ത്രാദ്യ അലങ്കാരമോട് വന്നിടണം. ഇനി ഉചിതമായ അലങ്കാരത്തോട് വേണം ഇതെല്ലാം വന്നു നിരക്കാൻ. കാരണം വെറുതെ വന്നാൽ പോരാ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു അലങ്കാരമുണ്ട്. കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം. മഹോത്സവം എല്ലാ ദേവാലയങ്ങളിലും ഹോമങ്ങളൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗണപതി ഹോമം പൂജകളൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഹോമങ്ങൾ വേണം, ബലി പൂജയും ദീപാവലികളും വേണം. മഹോത്സവം നിറദീപങ്ങൾ വേണം, ദീപാലങ്കാരം വേണം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്കുക. എല്ലാ രാജാക്കന്മാരെയും വരുത്തണം. രാജാക്കന്മാരെയും നിയോഗിക്കുക. ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി. കാരണം ഇതെല്ലാം രാജാക്കന്മാരൊക്കെ എത്തുമാറാകണം. സകല വിധത്തിലും രാമ അഭിഷേകത്തിന് പൊലിമ ശോഭയോടെ പൊലിമയോടെ രാഘവ അഭിഷേക അർത്ഥമായി. രാഘവ അഭിഷേകത്തിന്, രാമൻ്റെ അഭിഷേക കാര്യത്തിനായിട്ട് എല്ലാ പൊലിമയും എല്ലാ തരത്തിലും വേണം. എല്ലാ രാജാക്കന്മാരും എത്തണം, എല്ലാ തരത്തിലുള്ള അലങ്കാരങ്ങളും വേണം എന്ന് പറയുന്നു. അങ്ങനെ ഇനിയും ഈ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീരാമചന്ദ്രന് ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു. എഴുത്തച്ഛൻ എന്ന മഹാകവിയെ പ്രണമിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. തത്സത്.